നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരി ഇരിഞ്ഞോളിയിൽ രണ്ടിടത്ത് മോഷണം. കവർച്ച കുടക്കളത്തെ ശ്രീനാരായണ മഠത്തിലും അനാദിക്കടയിലും. പോലീസ് അന്വേഷണം തുടങ്ങി. അഴിമതിക്കെതിരെ നിയമാനുസൃതവും സമാധാനപരമായ പോരാട്ടവും സുതാര്യതയുള്ള ഭരണകൂടവും സത്യസന്ധതയുള്ള സമൂഹമാണ് നാടിന്റെ കരുത്തെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് തലശ്ശേരിയിൽ ജില്ലാ നേതൃയോഗം നടന്നു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമത്തിലെ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുന്നതിനായി ആരംഭിച്ച സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം പദ്ധതി 13ാം വർഷത്തിലേക്ക്. ഇതിനോടകം നീന്തൽ അഭ്യസിച്ചത് നിരവധി പേർ. ലയൺസ് ക്ലബ് ഓഫ് തലശ്ശേരി സിറ്റിയുടെ ഈ വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മാധ്യമരംഗത്ത് 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മാധ്യമപ്രവർത്തകൻ സി മനീഷിന് ആദരം. വാർത്തകൾ വിശദമായി. തലശ്ശേരി എരിഞ്ഞോളിയിൽ രണ്ടിടത്ത് മോഷണം. കുടക്കളത്തെ ശ്രീനാരായണ മഠത്തിലും നെടുങ്ങോട്ടുംകാവിനടുത്ത അനാദിക്കടയിലുമാണ് സമാന രീതിയിൽ മോഷണം നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. ശ്രീനാരായണ മഠത്തിനകത്ത് കയറിയ കള്ളൻ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് അതിലുള്ള മുഴുവൻ പണവും കവർന്നു. ഏതാണ്ട് 2000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി മഠ സെക്രട്ടറി UN വിനീഷ് പറഞ്ഞു. പതിവ് പോലെ സാധാരണ എല്ലാവരും കൂടെ വൈകുന്നേരം ആൾക്കാരെല്ലാം കൂടുതലായിട്ടുണ്ടാവും വൈകുന്നേരം. അപ്പോൾ വിളക്ക് കത്തിക്കലുകളെല്ലാം കഴിഞ്ഞ് ഒരു 8-9 മണിയാകുമ്പം ഇവിടെ മഠം പൂട്ടുന്ന സുരേഷ് ഏട്ടനുണ്ടായിരുന്നു. അവരാണ് മഠം പൂട്ടിയിട്ട് പോയത്. അതിനുശേഷം അതായത് ഇന്നലെ കളിയിലുള്ളത് കൊണ്ട് 2 മണിക്ക് കളി തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിൽ മുന്നേയുള്ള സമയത്താകാൻ സാധ്യത. സമയത്താണ് രാവിലെ തൊട്ടടുത്ത വീട്ടിലെ പ്രദീപേട്ടൻ, അതായത് തൊട്ട കുഞ്ഞിരാട്ടൻ്റെ മോളോർത്ത പ്രദീപേട്ടൻ വന്നിട്ട് കണ്ടതായിട്ട് 7 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് കണ്ട സമയത്ത് എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീടാണ്. അവിടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കാണുകയായിരുന്നു. അതായത് പൊട്ടിച്ചിട്ട് ചില്ലറ നോട്ടുകളെല്ലാം കൊണ്ടുപോയി. പിന്നെ കോയിൻസുകൾ ചില്ലറ ഒരു 3-4 കോയിൻസ് അവിടെ വെതറി കിടക്കുന്നതാണെന്നുണ്ട്. പൂട്ട് പൊട്ടിച്ചിട്ട് മുകളിൽ ഇരുത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭണ്ഡാരം തുറന്ന് പണമെടുത്തതിനാൽ കൂടുതൽ സംഖ്യ ഉണ്ടാകില്ലെന്നാണ് നിഗമനം. എരഞ്ഞോളി കാർത്തികത്തിലെ പി നിർമ്മലയുടെ ഉടമസ്ഥതയിൽ നെടുങ്ങോട്ടുംകാവിന് മുൻവശത്തുള്ള അനാദിക്കടയിലും ഞായറാഴ്ച പാതിരാത്രി കള്ളൻ കയറി. അടുത്തടുത്തായുള്ള 2 കടകളിൽ ഒന്നിന്റെ ഷട്ടർ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 2600 രൂപ കവർന്നു. ഈ പരിസരത്ത് നടക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങിലേക്കുള്ള ഭക്ഷണത്തിനായി പാതിരാത്രി 1:30-ഓടെ കോഴിയിറച്ചി വാങ്ങാൻ പോവുകയായിരുന്ന യുവാക്കൾ അസമയത്ത് അനാദിക്കടയുടെ ഷട്ടർ ഉയർത്തി ലൈറ്റിട്ടത് കണ്ടിരുന്നു. ഇവരാണ് കടയുടമക്ക് വിവരം നൽകിയത്. പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് തലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 2ഇടത്തും സമാന രീതിയിൽ അടുത്തടുത്ത സമയത്ത് നടത്തിയ മോഷണം ഒരാൾ തന്നെയാണോ ചെയ്തത് എന്നും സംശയമുണ്ട്. മോഷണം നടന്ന സ്ഥാപനങ്ങൾക്ക് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു. അഴിമതിക്കെതിരെ നിയമാനുസൃതവും സമാധാനപരമായ പോരാട്ടവും സുതാര്യതയുള്ള ഭരണകൂടവും സത്യസന്ധതയുള്ള സമൂഹവുമാണ് നാടിന്റെ കരുത്തെന്നും അതാവണം ലക്ഷ്യമെന്നും ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് ജില്ലാ നേതൃയോഗം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയില്ലാത്ത ഭരണവും ലഹരിമുക്ത സമൂഹവും നാടിന്റെ ലക്ഷ്യമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളും എത്തിക്കുക, സർക്കാരുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിൽ സർക്കാരിൻ്റെ കമ്മിറ്റികളിൽ നമ്മുടെ സംഘടനയുടെ ആളുകളെയൊക്കെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മേഖലയിൽ ഈ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് നീതി ലഭിക്കാത്ത നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഇടങ്ങളിൽ എത്തിപ്പെടുക എന്നതാണ് അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും രാഷ്ട്രീയം മറന്നുകൊണ്ട് മറ്റ് മത ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രീതിയിലും കൊണ്ട് അവരുടെ ആ കണ്ണീരിനൊരു ആശ്വാസം നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത്. രാജേഷ് കൊച്ചിയങ്ങാടി അധ്യക്ഷത വഹിച്ചു. വാഴയിൽ ഭാസ്കരൻ, പ്രദീപ് ശ്രീലകം, MK രാജീവൻ, ബിനിഷ ധനേഷ്, B ഷമിൽ, CK വത്സരാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
പുതിയ കണ്ണൂർ ജില്ലാ ഭാരവാഹികളായി രാജേഷ് കൊച്ചിയങ്ങാടിയെ പ്രസിഡന്റായും വാഴയിൽ ഭാസ്കരനെ ജനറൽ സെക്രട്ടറിയായും പ്രദീപ് ശ്രീലകത്തെ ട്രഷററായും പ്രസീത, പുഷ്പരാജ്, ബി ഷമീൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും MK രാജീവൻ, T ദിനി, CK വത്സരാജൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും TK ബിന്ദുവിനെ വനിതാ പ്രസിഡന്റായും വിനിഷ ധനേഷിനെ വനിതാ സെക്രട്ടറിയായും പ്രസീതയെ ട്രഷററായും തിരഞ്ഞെടുത്തു. കൂത്തുപറമ്പ് മണ്ഡലം പദ്ധതി അവലോകന യോഗം PK പ്രവീൺ MLA അധ്യക്ഷതയിൽ പാനൂരിൽ നടന്നു. പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകനവും നടത്തി. അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ യഥാവിധി ഉപയോഗപ്പെടുത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്നും ഒട്ടും താമസമില്ലാതെ നിർവഹണം സാധ്യമാകുന്ന തരത്തിൽ പദ്ധതി രൂപീകരിക്കണമെന്നും PK പ്രവീൺ MLA പറഞ്ഞു. മുൻ MLA KP മോഹനനും അതിനു മുൻപ് ശൈലജ ടീച്ചറും നൽകിയ പദ്ധതി നിർദ്ദേശം ഇനിയും പൂർത്തിയാകാനുണ്ടെന്നും യോഗം വിലയിരുത്തി. ചില പദ്ധതികളുടെ നിർവഹണഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ പരസ്പര സഹായം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മേധാവികളുടെ ശ്രദ്ധയുണ്ടാവണമെന്നും MLA നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത റോഡുകൾക്കും മറ്റും പദ്ധതി നിർദ്ദേശമുണ്ടാകുന്നത് ഭാവിയിൽ ഒഴിവാക്കാൻ യോഗം തീരുമാനിച്ചു. നിലവിലുള്ള മുഴുവൻ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനും പ്രത്യേക ഉത്തരവുകൾ ലഭ്യമാക്കേണ്ടത് വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ധനീഷ് സ്വാഗതം പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V ഷിജിത്ത്, പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കോടത്തിൽ, വൈസ് ചെയർമാൻമാരായ MV ശ്രീജ, TM ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP പ്രദീപൻ, കനകം കുനയിൽ, ഗഫൂർ മൂലശ്ശേരി, വൈസ് പ്രസിഡന്റുമാരായ M ബീന, NK ജയപ്രസാദ്, KP രാമചന്ദ്രൻ, C ജലചന്ദ്രൻ, B ശ്രേയ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ജോയിന്റ് ഡയറക്ടർ M സുർജിത്ത്, ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E ദീപ്തി, പാനൂർ ബ്ലോക്ക് സെക്രട്ടറി TD തോമസ്, കൂത്തുപറമ്പ് ജോയിന്റ് BDO M ബിന്ദു, വിവിധ നഗരസഭാ പഞ്ചായത്ത് സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ എന്നിവരാണ് യോഗത്തിനെത്തിയത്. പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമത്തിലെ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുന്നതിനായി ആരംഭിച്ച സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം പദ്ധതി 13ാം വർഷത്തിലേക്ക് കടന്നു. പിണറായി വെസ്റ്റ് കണ്ണോത്ത് കുളത്തിൽ വെച്ചാണ് നീന്തൽ പഠനം. ഇതിനോടകം നിരവധി പേരാണ് നീന്തൽ അഭ്യസിച്ചത്. പിണറായി വെസ്റ്റ് കണ്ണോത്ത് കുളത്തിൽ ഈ വർഷത്തെ സൗജന്യ നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന നീന്തൽ താരം അനന്യ പവനൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. അതുപോലെ ഒരു വിനോദമായിട്ട് കാണാതെ അതൊരു ജീവൻ രക്ഷ ഉള്ള ഏറ്റവും വലിയൊരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. സാറ് മുന്നേ പറഞ്ഞ പോലെ പ്രളയമായാലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുഴയിൽ വീണാലും നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്രവർത്തനം അത് പഠിപ്പിക്കുന്നതിൽ വളരെയധികം അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി V പ്രദീപൻ, KP രാമകൃഷ്ണൻ, N ഷാനവാസ് എന്നിവർ സംസാരിച്ചു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. മനുഷ്യർ വെച്ച് ബാക്കി എല്ലാ ജീവികളും സ്വയം നീന്താൻ അറിയുന്ന കൂട്ടറാണ്. മനുഷ്യർക്ക് നീന്തൽ പഠിച്ചേ പറ്റും. ഒരാളുടെ ശിക്ഷണത്തിൽ പഠിക്കണം. നീന്തലിൻ്റെ പ്രാഥമിക വശങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരും. നീന്തൽ പെട്ടെന്ന് പഠിക്കുക. പാനൂർ നഗരസഭയിൽ KSRTC ഗ്രാമവണ്ടി ട്രയൽ റൺ നടത്തി. പാനൂർ, കണ്ണംവള്ളി, പെരിങ്ങത്തൂർ, കരിയാട് മേഖലകളെ ബന്ധിപ്പിച്ചാണ് യാത്ര. ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചറുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ യാത്രയിൽ പങ്കെടുത്തു. പാനൂരിന് പുതിയ പ്രതീക്ഷയുമായി KSRTC ഗ്രാമവണ്ടി ട്രയൽ റൺ നടത്തി. പാനൂർ നഗരസഭയുടെ ഗതാഗത രംഗത്ത് പുതിയ ചുവടുവയ്പായാണ് KSRTC ഗ്രാമവണ്ടിയുടെ ട്രയൽ റൺ നടത്തിയത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ, വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ട്രയൽ റണ്ണിൽ പങ്കെടുത്തു. പാനൂർ നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. പാനൂർ, കണ്ണംവള്ളി, പെരിങ്ങത്തൂർ, കരിയാട് മേഖലകളിലൂടെയാണ് ഗ്രാമവണ്ടിയുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സൗകര്യം പരിമിതമായ പ്രദേശങ്ങളിലെ യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചറും വൈസ് ചെയർമാൻ
TM ബാബുരാജ് മാസ്റ്ററും പറഞ്ഞു. കാരണം നമ്മുടെ പ്രദേശത്ത് 17 കിലോമീറ്റർ ഒരറ്റത്ത് നിന്ന് പാനൂരിൽ നിന്ന് കിടഞ്ഞി വരെയുള്ള 17 കിലോമീറ്ററോളം യാത്ര ചെയ്ത് യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഉൾപ്രദേശത്ത് കൂടിയാണ് നമ്മുടെ ഈ ഗ്രാമവണ്ടി സംവിധാനം ഒരുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ബസ് സർവീസ് ഇല്ലാത്ത ഉൾനാട് പ്രദേശത്തുകൂടെ ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നത് വഴി ഒരുപാട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം അത്തരത്തിലുള്ള റൂട്ടുകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുനിസിപ്പാലിറ്റിയുടെ കൂടെയുള്ള ഒരു KSRT ബസ് സംവിധാനം. പ്രത്യേകിച്ചും കരിയാട് പ്രദേശത്തെ പോലെയുള്ള വളരെ ദൂരം, ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരെയുള്ള കരിയാട് പ്രത്യേകിച്ച് കിടഞ്ഞ ഭാഗത്തുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ബസ്സുകളൊന്നുമില്ല. അപ്പം ബസ്സുകൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവരുടെ ആവശ്യാർത്ഥം മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ബസ് ഓടുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്ന KSRTC ഗ്രാമവണ്ടി സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സാധാരണ യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. പാനൂരിൻ്റെ ഗ്രാമീണ മേഖലകളെ നഗരവുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത പദ്ധതിക്ക് ട്രയൽ റണ്ണോടെ തുടക്കമായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold,
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിതനായ അഡ്വക്കേറ്റ് ടി ആസിഫ് അലി, കേരള ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ അഡ്വക്കേറ്റ് ടി പി സാജിദ് എന്നിവരെ തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ആദരിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിലാണ് ആദരായനം നടന്നത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ കരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TMA പ്രസിഡന്റ് ഡോക്ടർ TP മുഹമ്മദ് അധ്യക്ഷനായി. TMA സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് K ലത്തീഫ്, പ്രൊഫസർ AP സുബൈർ, CA അബൂബക്കർ, CKP റയീസ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് T ആസിഫ് അലി, അഡ്വക്കേറ്റ് TP സാജിദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഒരു 50% വാർത്തകൾ കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. ഭരണാധികാരികൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തുന്ന ഒരു ശക്തമായ ഒരു ശക്തിയായി നമ്മുടെ കോടതികൾ നിലനിൽക്കുകയാണ്. ആ കോടതിയിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ വിനീതനായ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാജിദിനും ഇങ്ങനെ ഒരു ആദരവ് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ നൽകിയതിൽ ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നിയമവാഴ്ച നിലനിൽക്കണമെങ്കിൽ ആ നിയമത്തെക്കുറിച്ച് ജനങ്ങളെ പ്രബുദ്ധമാക്കാൻ സാധിക്കണം. അതിലേറ്റവും വലിയ പങ്ക്, ഉത്തരവാദിത്തം, ബാധ്യത, കർത്തവ്യം അഭിഭാഷകന്മാർക്ക് മാത്രമാണ്. ആ അഭിഭാഷകന്മാർ ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ എല്ലാ മൂവ്മെന്റുകളുടെയും പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും മുൻപന്തിയിൽ നിന്നിരുന്നത് അഭിഭാഷകന്മാരാണ്. +2 പരീക്ഷയിൽ തലശ്ശേരി ടൗണിലെ സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ NN താജുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് തലശ്ശേരി സിറ്റിയുടെ ഈ വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മാധ്യമ രംഗത്ത് 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മാധ്യമപ്രവർത്തകൻ C മനീഷിനെ ആദരിച്ചു. തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുധീർ സ്ഥാനാരോഹണം നടത്തി. ഇത് വളരെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത് പവറിന്റെ പ്രതീകമാണ്, ലവിന്റെ പ്രതീകമാണ്, നിങ്ങളുടെ എനർജിയുടെ പ്രതീകമാണ്. ലയൺസ് ഇന്റർനാഷണലിൽ നിങ്ങൾ ബെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാമാണ്. ഇറ്റ് ഈസ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഇൻ ബിറ്റ്വീൻ us. നമ്മളെന്താ പറയേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ വലിയ അവാർഡ്സ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും വാട്ട് ഈസ് ദ ബൈൻഡിങ് ഫോഴ്സ് വിൽ ബി ദ സ്മോൾ തിങ്സ്, മൈനർ തിങ്സ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഒരു സെൽഫ്ലെസ് സർവീസ് ചെയ്യാനുള്ള. ലയൺസ് ഇന്നും പെർസിസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ സർവീസ് ഓർഗനൈസേഷൻ. നമുക്ക് എല്ലാവരും പേർക്ക് എങ്ങനെ നമ്മുടെ ഉള്ള പൈസയെല്ലാം കൊടുക്കുക, എല്ലാ പൈസയൊന്നും കൊടുക്കണ്ട, പൈസ കൊടുത്തിട്ട് മാത്രം നല്ല സർവീസ് ചെയ്യാൻ പറ്റുക. കമ്പാഷൻ ടുവേർഡ്സ് അതേഴ്സ്, അത് നമ്മൾ ടോക്കിലാകട്ടെ, വേർഡ്സിലാകട്ടെ, ലിറ്റിൽ ബിറ്റ് ഓഫ് തിങ്സിലാകട്ടെ, വി ക്യാൻ ക്രിയേറ്റ് മാജിക് ടുവേർഡ്സ് അതേഴ്സ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയായിരുന്നു. നമ്മളെ ഡോക്ടർ സുചിത്രയും ടീമും അവർ ലേഡീസിൻ്റെ ഒരു ടീമായിരുന്നു.
അവർ പോയിട്ട് ഒരു ഓർഫനേജിൽ പോയിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ 70 and above ആയിട്ടുള്ള കുറേ ഓർഫൻ ലേഡീസ് ഉണ്ടായിരുന്നു. ഇവരൊരു ബ്യൂട്ടീഷ്യനൊക്കെ കൂട്ടി പോയിട്ട് കൂത്തറമ്പിൻ്റെ അടുത്തുള്ള മലവെള്ളൊക്കെ അറിയായിരിക്കും, മലവെള്ള അവിടെ പോയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഓർഫനേജിൽ പോയിട്ട് ഒരു ബ്യൂട്ടീഷ്യനൊക്കെ ആയിട്ട് പോയിട്ട് ഇവരെയൊക്കെ ആദ്യം ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹെയറൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെയും മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റി ഇവരൊക്കെ അതൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല ഒരു എന്താ പറയുക പട്ട് സാരികളൊക്കെ ഉടുപ്പിച്ച് അവരെ എന്താ ഒരു സുന്ദരിമാരാക്കി മാറ്റി മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ട് അവർ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. നിങ്ങൾ കാണണം പണ്ടത്തെ ഗ്രൂപ്പ് ഫോട്ടോ അതിനുശേഷം they were all transformed people. അതുകൊണ്ട് ഒരുപാട് പൈസയൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. VM ശ്രീജയൻ പ്രസിഡന്റായും KP പ്രകാശൻ സെക്രട്ടറിയായും M കനകൻ ട്രഷററായും സ്ഥാനമേറ്റു. ദിനേഷ് സ്വാഗതം പറഞ്ഞു. സിന്ധു സജീഷ് പ്രാർത്ഥന ചൊല്ലി. സത്യപ്രകാശ് പതാക വന്ദനം നടത്തി. ദീപേഷ് പറായ് അധ്യക്ഷത വഹിച്ചു. സിൽവിയ, സജീവ് മാളിയത്ത്, സൂരജ് ധർമാലയം, അനീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ C മനീഷിനെ ആദരിച്ചു. മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തലശ്ശേരി ജൂബിലി ചില്ലറ മത്സ്യ മാർക്കറ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CITU പ്രവർത്തകർ മത്സ്യ മാർക്കറ്റും പരിസരവും ശുചീകരിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി NH ഹംസ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VP സജീർ അധ്യക്ഷത വഹിച്ചു. PV മുസ്തഫ, U അലി, M റഹീം, KK ഖാലിദ്, E ആബൂട്ടി, CH സിറാജ്, KK സുബൈർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. ഈ മാസം 26-ന് CP കുഞ്ഞിരാമൻ നഗറിൽ വിക്ടോറിയ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടൻപാട്ട് ശില്പശാല നടത്തി. പ്രമുഖ നാടൻപാട്ട് കലാകാരൻ രജീഷ് നാരായണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. തലശ്ശേരി വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മച്ചപ്പിന്റെ സഹകരണത്തോടെ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി നാടൻപാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. പ്രമുഖ നാടൻപാട്ട് കലാകാരൻ രജീഷ് നാരായണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അപ്പോൾ മാത്രമേ ആ വോയിസിന്റെ സൗന്ദര്യം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ കമ്പയർ പാടില്ല. ഇളക് ഇളക് സ്കൂൾ പ്രധാനാധ്യാപിക AP ഷീബ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഓർമ്മച്ചപ്പ് ജനറൽ കൺവീനർ നാഷിഫ് അലിമിയാൻ അധ്യക്ഷത വഹിച്ചു. റൂബി രാജീവൻ, നന്ദന എന്നിവർ സംസാരിച്ചു. കവിത, കഥാപ്രസംഗം, നാടൻപാട്ട് എന്നിവയുടെ ഡെമോൺസ്ട്രേഷനും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് ഗാനമേളയും അരങ്ങേറി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. സൗഹൃദത്തിന്റെ കരുത്തിൽ വീണ്ടും ഒരുമിച്ച് കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെ 1995-96 SSLC ബാച്ച്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സൗഹൃദം 96ന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൂവക്കുന്ന് എലീസിയൻ ലൈബ്രറി ഹാളിൽ നടന്ന ആദര സമ്മേളനം PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ കൂട്ടായ്മയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതേപോലെ കൂട്ടായ്മ ഏറ്റവും കൂടുതൽ നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുട്ടോളം നിയോജക മണ്ഡലമാണ്. കുട്ടോളം നിയോജക മണ്ഡലത്തിൽ ഇന്നും പല വിദ്യാലയങ്ങളിലും ഈ സെക്കൻഡ് സാറ്റർഡേ ആയാലും ഞായറാഴ്ചയായാലും ഇതേപോലത്തെ SSLCയും ഹയർ സെക്കൻഡറിയും കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പഴയ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ചിലപ്പോൾ ആ ബാച്ചിലെ കുട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. പലർക്കും അന്നും കലാപരമായ കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂട്ടായ്മ വന്നപ്പോഴാണ് പലരും അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുക്കുന്നത്. നിങ്ങൾ ഓരോ കൂട്ടായ്മ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇതേപോലെ നൃത്തം ചെയ്യാത്തവരും തിരുവാതിര കളിക്കാത്തവരും പക്ഷേ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ കലാപരമായിട്ട് വല്ലാത്ത രീതിയിൽ പോയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ സുനീഷ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. C. യൂസഫ് സ്വാഗതം പറഞ്ഞു. K. ബീജ, K. രജീഷ് എന്നിവർ സംസാരിച്ചു. പഠനകാലത്തെ സൗഹൃദ ബന്ധങ്ങൾ പുതുക്കുന്നതിനൊപ്പം പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദം 96 കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. പെരിങ്ങത്തൂരിൽ മെഗാ ഫുട്ബോൾ ആഘോഷം സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശവുമായി iDrive ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത്. iDrive സ്കൂളിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം നാട്ടിലേക്ക് എത്തിച്ച് പെരിങ്ങത്തൂരിൽ മെഗാ ഫുട്ബോൾ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പെരിങ്ങത്തൂർ പാലത്തിന് സമീപമുള്ള ടർഫിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമായ അനുഭവം സമ്മാനിക്കുന്നതിനായി പ്രത്യേക ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിരുന്നത്.
വിജയ്ക്ക് 5000 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രോത്സാഹന സമ്മാനവും നൽകി. കൂടാതെ കുട്ടികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കുമായി വിവിധ മത്സരങ്ങളും നടത്തി. കടവത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ ഡ്രൈവ് ഡ്രൈവിംഗ് സ്കൂൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുവൈറ്റിലെ തലശ്ശേരി നിവാസികളുടെ കൂട്ടായ്മയായ തലശ്ശേരി വെൽഫെയർ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ കൈൻഡ് ട്രസ്റ്റ് വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത്. തലശ്ശേരി കനക് റെസിഡൻസിയിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജോലി ചെയ്യുന്നത് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനാണെങ്കിലും രാജ്യത്തിന്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വളർച്ച നേടാൻ സാധിക്കുന്ന ഉതകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയം നമ്മൾ രൂപപ്പെടുന്നുണ്ട്. ആ നയത്തിനനുസരിച്ച് മാത്രമേ വിദ്യാകാലത്ത് നമ്മൾ വെല്ലുവിളി നേടാൻ കഴിയും. അതിനെ പ്രാപ്തരാക്കുന്നതിന് ഏറ്റവും വലിയ ഘടകം നമ്മുടെ രക്ഷിതാക്കളാണ്. പുതിയ രക്ഷിതാക്കൾക്ക് ഒരു ഗുണമുണ്ട്, അവരെല്ലാവരും ഏകദേശം വിദ്യാഭ്യാസം ആർജിച്ചവരാണ്. ഡിഗ്രിക്ക് അടുത്ത് നിൽക്കുന്നവരും ഡിഗ്രി കഴിഞ്ഞവരും പോസ്റ്റ് ഗ്രാജുവേറ്റുള്ളവരെല്ലാം ഇത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരാണ്. ഈ പരിപാടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഞാൻ കാണുന്നു. തീർച്ചയായും തൻ്റെ മക്കൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു നിർബന്ധിത ബുദ്ധിയില്ല. നേരത്തെ ഉള്ളതുമാതിരിയല്ല. നേരത്തെ എങ്ങനെ ആയിരുന്നില്ല, വേണ്ടുന്നവർ പഠിച്ചോട്ടെ, വെട്ടിക്ക് പഠിച്ചാൽ മതി. അധ്യാപകൻ അങ്ങനെയാണ് പറയുന്നത്, നിനക്ക് വെട്ടിക്ക് പഠിച്ചാൽ മതി, നിനക്ക് ശമ്പളം കിട്ടും, എൻ്റെ ശമ്പളത്തിന് ഒരു കുറവും വരില്ല. അങ്ങനെ വിദ്യാർത്ഥികളെ അങ്ങനെ ആയിരുന്നില്ല, നേരത്തെ വാക്കെടുത്ത പോലെയല്ല. പുതിയ കാലം നമ്മൾ ആവശ്യപ്പെടുന്നത് അവരെ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ്. അവരാർജിക്കേണ്ട വിദ്യാഭ്യാസം ആർജിക്കാൻ സാധിക്കുമാറാകണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുൻ ജോയിന്റ് കമ്മീഷണർ PK സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ആളുകളുമായി സംസാരിക്കുകയാണ്. അറസ്റ്റുമായി ചെയ്യപ്പെട്ട ആളുകളെ സംസാരിച്ച് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ, ഇതിന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി അവരുമായി സംസാരിക്കും, സൗഹൃദത്തിൽ സംസാരിക്കും. അപ്പം അച്ഛൻ്റെ പേരും ഉമ്മാന്റെ പേരും ഉപ്പാന്റെ പേരൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ആദ്യമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചത് മിക്കവാറും ആളുകൾ സ്വന്തം വീട്ടിൽ നിന്നാണ്. നിങ്ങൾ വിചാരിക്കും അവിടെ എവിടെയോ നടക്കുന്നു എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ പലരുടെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ പല ആൾക്കാരും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന പലരുടെയും അനുഭവം എന്ന് പറയുന്നത് അവർ ആദ്യമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നത് അവരുടെ വീടുകളിലാണ്. ഞാൻ പറഞ്ഞതിനർത്ഥം എല്ലാ വീടുകളിലും മയക്കുമരുന്നുണ്ടെന്നല്ല. പക്ഷേ ഈ മയക്കുമരുന്നുകളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറേ രാസലഹരികളൊക്കെ കേട്ടിട്ടുണ്ടാവും, കഞ്ചാവ് ഉൾപ്പെടെയുള്ളത്. അതിനേക്കാൾ ഉപരിയായി പുകവലിയാണ് ഇതിന്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത്. വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പുകവലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും ശ്വാസകോശ അർബുദം ഉണ്ടാകുന്ന കേസുകൾ വരികയാണ്. അവർ പുകവലിച്ചിട്ടാണോ? അല്ല. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ നടത്തിയ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് വൈസ് പ്രസിഡന്റ് PP ഫൈസൽ അവതരിപ്പിച്ചു. ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, മുൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണർ PK സുരേഷ്, ഡോക്ടർ മുസ്തഫ, ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഹോക്കി ടീം അംഗവും കേരള ഹോക്കി ടീം അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ നിയാസ്, TWA മുഖ്യ രക്ഷാധികാരി ഹംസ മേലക്കണ്ടി, KK സത്താർ, റോഷൻ, നാസർ CC എന്നിവർ ചേർന്ന് ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ നൽകി. TWA ഭാരവാഹികളായ ഹംസ മേലക്കണ്ടി, അമീർ മിത്തൽ, KK സത്താർ, റോഷൻ, വഹാബ്, യാസിർ, CCO നാസർ, TWA ലേഡീസ് വിംഗ് ഭാരവാഹികളായ ഹസീന, റിഷാന, നൈജ എന്നിവർ ചേർന്ന് ആദരിച്ചു. റോഷൻ, അമീർ മിത്തൽ, നിയാസ്, CCO നാസർ, PP ഫൈസൽ, വഹാബ് യാസീൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യ രക്ഷാധികാരി ഹംസ മേലക്കണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അസോസിയേഷൻ ഭാരവാഹികളും ഹ്യൂമൻ കൈൻഡ് ഫൗണ്ടേഷൻ ഭാരവാഹികളും ചേർന്ന് നിയന്ത്രിച്ചു. KK സത്താർ സ്വാഗതവും CCO നാസർ നന്ദിയും പറഞ്ഞു. ലയൺസ് ഇന്റർനാഷണൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കാനന്നൂർ സൗത്ത് ക്ലബിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കണ്ണൂർ മഞ്ചപ്പാലത്തുള്ള ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. കണ്ണൂർ മഞ്ചപ്പാലത്തുള്ള ലയൺസ് ഹാളിൽ വെച്ചാണ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് അമർനാഥ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി.
തുടർന്ന് 2026-27 വർഷത്തെ ക്ലബിന്റെ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. നിയുക്ത പ്രസിഡന്റ് വിനിൽകുമാർ, സെക്രട്ടറി ഗിരീഷ് നമ്പ്യാർ, ട്രഷറർ VC ബിജു, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി M വിനോദ് കുമാർ, റീജിയണൽ ചെയർപേഴ്സൺ KK പ്രദീപ്, സോൺ ചെയർപേഴ്സൺ ശ്രീജ വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം എന്നീ മേഖലയിൽ പുതിയതും മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വർഷം നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരു പ്രസിഡന്റിന് ഒറ്റയ്ക്കൊരിക്കലും എല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ക്ലബിന് സാധിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും സജീവമായ പങ്കാളിത്തവും ഇടവനായ എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് ഒരുമിച്ച് കൈകോർക്കാം, ഒരുമിച്ച് മുന്നേറാം, കൂടുതൽ സ്കെയിലിലേക്ക് നന്മകൾ എത്തിക്കാം. മുക്കിൽ പീടികയിൽ ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം തുടങ്ങി. പാനൂർ നഗരസഭാധ്യക്ഷ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഡ്രൈവിംഗ് പഠനം ഇനി കൂടുതൽ ലളിതം. ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ പുതിയ ബാച്ചിലേക്ക് പ്രവേശനം ആരംഭിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് ശ്രദ്ധേയരാകുകയാണ് ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ. പാനൂർ മുക്കിൽപീടിക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കാർ, ഇരുചക്ര വാഹന പരിശീലനങ്ങൾക്ക് പുറമെ ലൈസൻസ് നേടുന്നതിനുള്ള സമഗ്ര പരിശീലനവും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും പ്രത്യേക പരിഗണന നൽകി പരിശീലനം നൽകുന്നതാണ് സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾ, ട്രാഫിക് ബോധവൽക്കരണം, പ്രായോഗിക ഡ്രൈവിംഗ് പരിശീലനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേണേഴ്സ് ടെസ്റ്റ്, ലൈസൻസ് നടപടികൾ എന്നിവയിൽ സഹായവും ലഭ്യമാക്കുമെന്ന് അധികാരികൾ അറിയിച്ചു. പുതുതായി ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച പരിശീലന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സ്ഥാപന അധികാരികൾ വ്യക്തമാക്കി. വനിതകൾക്ക് വനിതാ പരിശീലകരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് 3 ബ്രാഞ്ചുകളിലായി 17 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് ബെസ്റ്റ് മുന്നേറുന്നത്. എല്ലാവിധ RTO ജോലികളും ചെയ്ത് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സെന്റർ പൊയിലൂരിൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് പ്രവർത്തനം തുടങ്ങി. തൃപ്പങ്ങോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സെന്റർ പൊയിലൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
PK സജീവൻ ആദ്യ പർച്ചേസ് നടത്തി. സെൻട്രൽ പൊല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വിവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സാമഗ്രികൾ ലഭ്യമാണ്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും മികച്ച സേവനവും ഉറപ്പാക്കുകയാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു. വയറിംഗ് സാമഗ്രികൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, പ്ലംബിംഗ് അവശ്യവസ്തുക്കൾ തുടങ്ങി ഉപഭോക്താക്കൾക്കാവശ്യമായ സാധനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്ന രീതിയിലാണ് ക്രമീകരണം. മേഖലയിലെ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സൗകര്യത്തോടെയാണ് ഇലക്ട്രോ പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി ഇരിഞ്ഞോളിയിൽ രണ്ടിടത്ത് മോഷണം, കവർച്ച കുടക്കളത്തെ ശ്രീനാരായണ മഠത്തിലും അനാദിക്കടയിലും. പോലീസ് അന്വേഷണം തുടങ്ങി. അഴിമതിക്കെതിരെ നിയമാനുസൃതവും സമാധാനപരമായ പോരാട്ടവും സുതാര്യതയുള്ള ഭരണകൂടവും സത്യസന്ധതയുള്ള സമൂഹവുമാണ് നാടിന്റെ കരുത്തെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ്. തലശ്ശേരിയിൽ ജില്ലാ നേതൃയോഗം നടന്നു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമത്തിലെ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുന്നതിനായി ആരംഭിച്ച സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം പദ്ധതി 13ാം വർഷത്തിലേക്ക്. ഇതിനോടകം നീന്തൽ അഭ്യസിച്ചത് നിരവധി പേർ. ലയൺസ് ക്ലബ് ഓഫ് തലശ്ശേരി സിറ്റിയുടെ ഈ വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മാധ്യമരംഗത്ത് 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മാധ്യമപ്രവർത്തകൻ സി മനീഷിന് ആദരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.